ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? തമ്പനയിൽ പോലെ തന്നെ ഇപ്പോഴും പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. മടിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ പേടി, ബിസിനസ്സിലോട്ട് വരാൻ പേടി, നഷ്ടം ഉണ്ടാവുമോ, എന്താവുക എന്നുള്ള ഒരു പേടിയാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും. കാരണം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറേ പേര് നമുക്കിങ്ങനെ ഡെയിലി മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നും വിചാരിക്കും ചെയ്യണം. എന്നാലും ഞാൻ ഒരുപാട് മോട്ടിവേഷനായിട്ടുള്ള വീഡിയോസ് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോങ് വീഡിയോസ് ആയിക്കോട്ടെ, ഒക്കെ ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ധൈര്യമായിട്ട് തുടങ്ങാൻ. എന്നിട്ട് പോലും ആളുകൾക്ക് പേടി, നഷ്ടം സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. പിന്നെ മെയിനായിട്ട് കുറേ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പം അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ഒരു ചിന്തയായിട്ടാവും എല്ലാവരും വരിക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് കുറച്ച് ലെങ്തി ആവട്ടാ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ബോറടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പറയണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വീഡിയോ പിന്നെ ഇടുമ്പോൾ നമ്മൾ അത് ചെറുതാക്കിയിട്ട് ഇട്ടുകൊണ്ട്. അപ്പോൾ ഇത് കുറച്ച് എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഒരു 8 മിനിറ്റെങ്കിലും നമ്മളിതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഞാനെങ്ങനെ തുടങ്ങിയത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അത് ഞാനെങ്ങനെ തുടങ്ങി, ഞാനിപ്പോൾ ഇവിടെ വരെ എത്തി, അതുപോലെ തന്നെ ഏത് ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, എങ്ങനെയാണ് കൊറിയർ അയക്കുന്നത്, എങ്ങനെയാണ് പോസ്റ്റ് വഴിയാണോ മറ്റേ കൊറിയർ വഴിയാണോ അയക്കുന്നത്, അതുപോലെ തന്നെ ഇത് തുടങ്ങാൻ എത്ര രൂപ വേണ്ടി വരും, ഈ ഒരു ബിസിനസ് തന്നെ ചെയ്യണോ, അങ്ങനൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പോൾ നൈറ്റി ബിസിനസ് ഇപ്പോഴത്തെ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് എനിക്കറിയാം, ടൈലറിങ് എനിക്ക് ഓൾറെഡി അറിയാം. മെറ്റീരിയൽസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടിയാലാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഇതും ഇതിൽ കൂടെ നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മളൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര രൂപ നമ്മുടെ കയ്യിൽ വേണം, ഒരുപാട് കാശ് വേണോ, പിന്നെ അവർക്കണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, തുടങ്ങാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ബിസിനസ് തുടങ്ങണം, അപ്പം അതിന് വേണ്ടിയിട്ട് പതറി നിൽക്കുന്ന കുറച്ച് കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അവർക്കതൊരു ആത്മവിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോകാനൊരു ഭയം. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് ടിപ്സാണ് നമ്മളിവിടെ പറയണത്. അപ്പം അതൊന്ന് കേട്ട് നോക്കട്ടോ. പിന്നെ ചെറിയ രീതിയിൽ തുടങ്ങുക ഫസ്റ്റ് പോയിൻ്റാണ്. ആദ്യം തന്നെ നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങുക. ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ നമുക്കിത് തുടങ്ങാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എവിടുന്നും കടം മേടിക്കാണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള പൈസ വെച്ചിട്ട് ആദ്യം തുടങ്ങുക. അല്ലാണ്ട് നമ്മൾ ഒരുപാട് സാധനം വാങ്ങി കൂട്ടിയിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 2000 രൂപ അല്ലെങ്കിൽ ഒരു 3000 രൂപ അല്ലെങ്കിൽ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അതുമെന്ന് കിട്ടുന്ന ലാഭം വെച്ചിട്ട് വീണ്ടും നമ്മൾ അടുത്ത മെറ്റീരിയൽസ് ഇറക്കുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. വളരെ കുറഞ്ഞ പൈസ കൊണ്ട് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് തോൽക്കുമോ എന്നുള്ള ഭയം. അതായത് നമ്മൾ ഇത്രയും പൈസ ഇറക്കിയാൽ നമുക്ക് നഷ്ടം വരുമോ അങ്ങനെയുള്ളൊരു ചിന്ത. അപ്പം അത് മാറ്റി നിർത്തുക. കാരണം അതിനാണ് ഞാൻ പറയുന്നത്, തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരുപാട് പൈസ യൂസ് ചെയ്യരുത്. ഒരു 1000 രൂപ. അപ്പം ആ ഒരു പേടിയാണ്. അപ്പം അത് ഒഴിവാക്കുക. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ തുടങ്ങുക. അപ്പം ഒരാളുടെ നിന്ന് നമ്മൾ കടമായിട്ടും
ഒന്നും വാങ്ങരുത്. കാരണം അത് വാങ്ങി കഴിഞ്ഞാൽ അത് കൊടുക്കാനും പിന്നെ നമുക്ക് ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നഷ്ടം വന്നാലും ലാഭം വന്നാലും അത് നമുക്ക് തന്നെ. അപ്പോൾ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ചെയ്യുമ്പോഴും പെട്ടെന്ന് അങ്ങോട്ട് സക്സസ് ആവില്ല. മെല്ലെ മെല്ലൊക്കെ തന്നെ നമ്മൾ സക്സസ് ആവുള്ളൂ. അപ്പം അത് സക്സസ് ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതവിടെ ഒഴിവാക്കിയിട്ട് അടുത്ത ബിസിനസ്സിലേക്ക് ചാടരുത്. പല ആളുകളും പലതും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്താണോ ഇൻട്രസ്റ്റ്, എന്തിനോടാണോ ഇൻട്രസ്റ്റ് വെച്ചെങ്കിൽ അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യുമ്പോഴും ഒരു പ്ലാനിങ് വേണം, കൃത്യമായൊരു പ്ലാനിങ് വേണം. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ഉൽപ്പന്നം, അതുപോലെ തന്നെ നമുക്കൊരു ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ അത്, അതായത് നമുക്ക് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ കണ്ട, അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രാൻഡ് നെയിം അത് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു കൃത്യമായൊരു പ്ലാനിങ് വേണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഓർഡർ കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഓർഡറൊന്നും കിട്ടണില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഇടരുത്. എല്ലാ ആളുകൾക്കും ഓർഡർ കിട്ടിത്തുടങ്ങിയത് തുടക്കത്തിൽ തന്നെ അല്ല, കുറച്ചൊക്കെ ചെയ്ത് മടുപ്പൊക്കെ തോന്നിയ ആ ടൈമിലൊക്കെയാണ് ചില ആളുകൾക്ക് ഓർഡറൊക്കെ കൂടുതൽ കിട്ടാൻ തുടങ്ങിയത്. ഓർഡർ കിട്ടണില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിക്കളഞ്ഞ് പോകാൻ പാടില്ല. അപ്പം അടുത്ത വിജയത്തിലേക്കുള്ള അടുത്ത ചുവടുപടി നമ്മൾ നോക്കണം. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. അപ്പം അതൊന്നും നോക്കിയിട്ട് എല്ലാ മാസവും നമുക്ക് നഷ്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. ഫസ്റ്റ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ലാഭം ഉണ്ടാവും നഷ്ടവും ഉണ്ടാവും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഏത് ആപ്പാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഏതിലാണ് ഫോട്ടോസ് എടുക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത്. ഞാൻ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്യാൻവ, എനിക്ക് ഇന്നതെന്നൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ജെമിനി ആപ്പിൽ പോയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുള്ള ഫോട്ടോ അവരാക്കി തരും. നമ്മുടെ സെയിം സാധനം തന്നെ ഒന്നുകൂടെ ഫിനിഷിങ് വൃത്തിയൊക്കെ ആക്കിയിട്ട് അവർ നമുക്ക് ആക്കിത്തരും. അപ്പം അങ്ങനെ ആ രീതിയിലും നമുക്ക് ചെയ്യാം. അതൊന്നും നമുക്കിപ്പോൾ ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല. ഫോണ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെയാണ് വിൽക്കുക എന്നൊക്കെയാണ് പിന്നത്തെ ഡൗട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഒരാളും വാങ്ങൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വഴികളുണ്ട് സോഷ്യൽ മീഡിയ. അതായത് യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്. ഈ 4ലും നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഓർഡർ കാര്യങ്ങൾ കിട്ടും. ഇപ്പം എനിക്ക് കടകൾ കിട്ടിയത് തന്നെ നമുക്ക് ഈ ഓൺലൈനിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്പർ എടുത്തിട്ടാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ പുറത്ത് പോയി അന്വേഷിച്ചിട്ടോ ഒന്നുമല്ല. അങ്ങനെ യൂട്യൂബ് വഴിയാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്നത്. ആ ഒരു ഇതിലൊന്നും പേടിക്കണ്ട. കാരണം യൂട്യൂബും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കും ഒക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് എന്തായാലും ഓർഡർ കാര്യങ്ങൾ കിട്ടും. ഇനി അത് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ അതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്തത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.